പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ദിനം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നത് സംബന്ധിച്ചായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് മെയ് 3 ഇന്നത്തെ ദിനം. ആ പ്രത്യേകത എന്ത് എന്നൊരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയണമെന്നില്ല. എന്നാൽ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനത്തിൻ്റെ ഒരു സവിശേഷത ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആണ് എന്നതാണ്. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ജോലിയുമായി മുന്നോട്ട് പോകുന്നത്, ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പ് സൂചിപ്പിച്ച യുദ്ധവാർത്തകൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നിരവധിയായ ആളുകൾ ആണ്, നിരവധിയായ മാധ്യമ പ്രവർത്തകരാണ് അങ്ങനെ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ, പലായനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ, പോരാട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മരണപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ഭരണകൂടങ്ങൾക്ക് നിരക്കാത്ത വാർത്തകൾ ചെയ്തതിൻ്റെ പേരിൽ നിരവധിയായ മാധ്യമ പ്രവർത്തകർ തുറങ്കലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. വർത്തമാന സാഹചര്യത്തിലും വലിയ മാറ്റമൊന്നുമില്ല. ലോകരാജ്യങ്ങളിൽ പലരും ഇപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രവർത്തകർക്കുമൊക്കെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമാണ് മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭരണകൂടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകൾ ആകണം നൽകുന്നത് എന്ന് നിർബന്ധമില്ല. പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് താല്പര്യമില്ലാത്ത വാർത്തകളായിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങൾ എപ്പോഴും മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ കഴിയുന്നത്ര മാറ്റി നിർത്തുവാനാണ് ശ്രമിക്കാറുള്ളത്. അതേസമയം തന്നെ മാധ്യമ രംഗത്തും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ കടന്നുവരവ്, യൂട്യൂബ്, സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ്, അവിടെയെല്ലാം എത്ര പേർ പിന്തുണയ്ക്കുന്നു, ആരൊക്കെ കാണുന്നു എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നു മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഇന്ന് അധികമായി ഉണ്ടാവുകയാണ്. പലപ്പോഴും അവർ പക്ഷം ചേർന്നുകൊണ്ട് വാർത്തകൾ പറയുന്ന സാഹചര്യവുമുണ്ട്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത്തരം വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും തിരുത്തുകയും ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്.